കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് 2 ചെറുപ്പക്കാരെ വെട്ടി കഷണങ്ങളാക്കി നുറുക്കിയ നൃശംസതയെക്കുറിച്ച് നമ്മളിവിടെ പറയുമ്പോൾ ഇതിവരുടെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണെന്നും അഭിപ്രായ വ്യത്യാസം കൊണ്ട് കൂടെ കൊടി പിടിക്കുന്ന സഹപ്രവർത്തകനെ അരിഞ്ഞു തള്ളിയ കാപാലികരാണ് ഇവരെന്നും ഞാൻ പറഞ്ഞത് കാടടച്ച് വെടിവെച്ചതല്ല. ഞാൻ ലാൽജിയുടെയും മധുവിൻ്റെയും ഹനീഫയുടെയും പുതിയ വീട്ടിൽ ബഷീറിൻ്റെയും ഔസേപ്പിൻ്റെയും ശ്രീവത്സൻ്റെയും ഉദാഹരണം പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ്? 917 ബോൾഷെവിക് വിപ്ലവത്തിൽ സാറിനെയും കൂട്ടരെയും കൊന്നില്ലേ, ചൈനയിലെ ലോങ് മാർച്ചിൽ കൊന്നില്ലേ, പിന്നെ കംബോഡിയയിലെ കാര്യവും. താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട്, ഫൈസൽ വധശ്രമ കേസിലെ പ്രതികൾ ഈ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളല്ലേ? അതിന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് അതറിയില്ല. അദ്ദേഹത്തിന് റഷ്യയിലെയും ചൈനയിലെയും കംബോഡിയയിലെയും കാര്യം അറിയാം. ഇനി ഞാൻ ബോൾഷെവിക് വിപ്ലവകാലത്തെ കാര്യങ്ങൾക്ക് ഞാൻ ഇനി ഇവിടെ നിന്ന് മറുപടി പറയണം. ഈ ചർച്ച കേൾക്കുന്നവർ ബഹുമാന്യനായ കോൺഗ്രസ് നേതാവിനെ കുറിച്ച് എന്ത് ധരിക്കും? ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കില്ല, ആരെയും ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ഒരല്പം മര്യാദ, 2 പേരുടെ ചലനമറ്റ ശരീരങ്ങളുടെ മുൻപിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിത്തിരി മര്യാദ കാണിക്കണം. ഞാൻ നിങ്ങളുടെ പാർട്ടിയെ ആക്ഷേപിച്ചതല്ല, ഞാൻ വസ്തുത പറഞ്ഞതാണ്. ഞാനിവിടെ പരാമർശിച്ച 5-6 പേരുകാർ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അങ്ങനെ തിരുത്തൂ. എന്നെ തിരുത്താനുള്ള ദയവ് അങ്ങ് കാണിക്കൂ. ആ കൊലപാതകം ആര് നിർവഹിച്ചതാ? നിങ്ങൾ നിർവഹിച്ചതല്ലേ. 48 ഞാൻ വെറുതെ പറഞ്ഞതല്ല. മൊയാരത്ത് ശങ്കരൻ എങ്ങനെ കൊല്ലപ്പെട്ടു? അദ്ദേഹം കോൺഗ്രസിന്റെ കേരളത്തിലെ അധ്യക്ഷനായിരുന്നു. അങ്ങേക്കറിയാലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മഹാനാണ് മൊയാരത്ത് ശങ്കരൻ. അദ്ദേഹത്തെ എന്തിനാ കൊന്നത്? കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നപ്പോൾ കൊന്നില്ലേ? ആ ശവശരീരം വിട്ടുകൊടുത്തോ?